തലസ്ഥാനത്തെ ഏറെ നേരം യുദ്ധക്കളമാക്കി മാറ്റുകയായിരുന്നു SFIയുടെ രാജ്ഭവൻ മാർച്ച്. അതിലേക്ക് തന്നെ നമുക്ക് പോകാം, അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. അവിടുന്ന് വിശദാംശങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് ചേർന്നത്. ബിനിൽ, കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. പ്രവർത്തകരോട് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിക്കുന്നതും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നതും അടക്കമുള്ള സംഘർഷഭരിതമായ നിമിഷങ്ങളാണ് കഴിഞ്ഞു പോയത് ഓരോന്നും. എന്താണെങ്കിലും ബാരിക്കേഡിന് മുകളിൽ കയറി നേതാക്കളൊക്കെ സംസാരിച്ചെങ്കിലും അത് മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാകാതെ അവർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നതാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടുവച്ചത്. ബിനിൽ, അവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയായിരുന്നു ആ പ്രതിഷേധം? എന്താണെങ്കിലും RSSന് എതിരായിട്ടുള്ള യുദ്ധമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയൊക്കെയായിരുന്നു? അവരുടെ വാക്കുകൾ കൂടി. സംഗീത, കഴിഞ്ഞ 1.5 മണിക്കൂറിലേറെയായി വലിയ പ്രതിഷേധമാണ് രാജ്ഭവന് മുന്നിലേക്ക് SFI നടത്തിയത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോൾ ഈ ബാരിക്കേഡൊക്കെ മറിച്ചിട്ട് വലിയ പ്രതിഷേധമായിരുന്നു SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും വലിയ സുരക്ഷ പോലീസ് ഇവിടെ ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ SFIയുടെയും DYFIയുടെയും പ്രതിഷേധ മാർച്ച് ഇവിടേക്ക് വന്നിരുന്നു. ആ സമയങ്ങളിലൊക്കെ ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് രാജ്ഭവൻ അടുത്തേക്ക് വരെ പ്രവർത്തകർ പോയി വലിയ പ്രതിഷേധം നടത്തിയിരുന്നു. അതുകൊണ്ട് വലിയ സുരക്ഷ ഇത്തവണ പോലീസ് ഒരുക്കിയിരുന്നു. ഈ ബാരിക്കേഡ് മറിച്ചിട്ട ഈ ബാരിക്കേഡിന് മുകളിൽ കയറിയാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഇതിനപ്പുറത്തേക്ക് കടന്നുപോയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനപ്പുറത്തേക്ക് കടന്നുപോയുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. സുരക്ഷയുടെ ഭാഗമായി ഇതിനപ്പുറത്ത് പോലീസ് വാഹനങ്ങൾ, റോഡിന് കുറുകെ പോലീസ് വാഹനങ്ങൾ നിർത്തിയിട്ട് 2 വാനുകൾ നിർത്തിയിട്ട് അവിടെ സുരക്ഷ ഒരുക്കി. അതിനപ്പുറത്ത് രാജ്ഭവന്റെ ഗേറ്റിന് തൊട്ട് മുന്നിലായി അവിടെയും ബാരിക്കേഡ് പോലീസ് ഉയർത്തിയിരുന്നു. മാത്രമല്ല, രാജ്ഭവൻ നേരത്തെ ഒരു പ്രതിഷേധം കൂടി അറിയിച്ചിരുന്നു. അതായത് ഈ പ്രവർത്തകർ രാജ്ഭവന്റെ മതിലിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. DYFIയുടെ പ്രതിഷേധ മാർച്ചിൽ അങ്ങനെ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വലിയ പരാതി രാജ്ഭവൻ ഉന്നയിച്ചത്. അതുകൊണ്ട് ഇത്തവണ 2 ബാരിക്കേഡുകൾ, ആദ്യം ഇവിടെ ഒരു പ്രീ മെട്രി ഹോസ്റ്റലുണ്ട്. ഏകദേശം രാജ്ഭവന് 50 മീറ്റർ ഇപ്പുറത്തായാണുള്ളത്. അതിന് മുന്നിലാണ് ഈ ബാരിക്കേഡ് ഉയർത്തിയത്. അതിനപ്പുറത്ത് പോലീസ് വാഹനമുണ്ട്. അതിന് മുന്നിലായി ജലപീരങ്കി പ്രയോഗിക്കുന്ന വാഹനമുണ്ട്. അതിന് പിന്നിലായി വീണ്ടും ഒരു ബാരിക്കേഡ് ഉയർത്തിയാണ് വലിയ സുരക്ഷ ഒരുക്കിയത്. എന്തായാലും ഇത്തവണ പ്രതിഷേധം അവസാനിപ്പിച്ച, ഈ ബാരിക്കേഡ് മറികടക്കാതെ SFI പ്രവർത്തകർ ആ പ്രതിഷേധം അവസാനിപ്പിച്ച് ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും അതിശക്തമായ സമരം ഉണ്ടാകുമെന്നാണ് SFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആദർശ് ഉൾപ്പെടെ വ്യക്തമാക്കിയത്. നിലവിലെന്തായാലും ഈ SFI പ്രവർത്തകർ VD സതീശന്റെ ചിത്രം, അതായത് കൊച്ചി അദ്ദേഹം RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാണിച്ച് ആ ചിത്രം ഉയർത്തിയാണ് VD സതീശനെതിരെ കൂടി വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ കേരള സർവകലാശാലയിൽ വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ആ സമരത്തെ അവിടുത്തെ ജീവനക്കാരുൾപ്പെടെ SFIക്കാർ മർദ്ദിച്ചു എന്നാണ് ഈ VD സതീശൻ ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ VD സതീശനെതിരെയും അതിശക്തമായ പ്രതിഷേധമാണ് SFI രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 1.5 മണിക്കൂറിലേറെ 6 തവണയാണ് ജലപീരങ്കി ഇവിടെ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പ്രയോഗിച്ചത്. അതിനുശേഷം കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന മുന്നറിയിപ്പും പ്രവർത്തകർക്ക് നൽകി. അതിനുശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ച് നേതാക്കൾ സംസാരിച്ച് ഇപ്പോൾ പ്രവർത്തനം മടങ്ങിയിരിക്കുന്നതിലും വരും ദിവസങ്ങളിലും അതിശക്തമായ സമരം രാജ്ഭവനിലേക്ക്, പ്രത്യേകിച്ച് ഈ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് SFIയുടെ പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, സംഘപരിവാര രാഷ്ട്രീയം, പ്രത്യേകിച്ച് അവിടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു. അത് താൽക്കാലികമായി വന്ന VC, അവിടുത്തെ സിസ തോമസ് ആ നടപടി എടുക്കുന്നു. പിന്നീട് സിൻഡിക്കേറ്റ് ചേർന്ന് ആ സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ നാടകീയമായ സംഭവങ്ങൾ ഏറെ ഉണ്ടായി. എന്തായാലും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് SFIയുടെ നിലപാട്. വരും ദിവസങ്ങളിലും അതിശക്തമായ സമരം രാജ്ഭവനിലേക്ക് ഉൾപ്പെടെ നടത്തുമെന്നാണ് SFI അറിയിച്ചിട്ടുള്ളത്. സംഗീത. ശരി, തീർച്ചയായും ബിനിൽ, എന്താണെങ്കിലും അത് ആ വാക്കുകളിൽ നിന്ന് വ്യക്തം തന്നെയാണ്. ചന്തു ചന്ദ്രശേഖരൻ കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ചന്തു, ഈ പറഞ്ഞു വെച്ചതുപോലെ അതിശക്തമായ പ്രതിഷേധമാണ് ഇന്നുണ്ടായത്. സമാനമായ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയുള്ള സമരങ്ങളായിരുന്നു, പ്രതിഷേധങ്ങളായിരുന്നു ഇന്ന് കണ്ടതൊക്കെയും. ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോയിരിക്കുന്നു. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ബിനിൽ സൂചിപ്പിച്ചതുപോലെ VD സതീശനെതിരായിട്ടും കൃത്യമായ പരിഹാസ മുഖേന തന്നെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയുള്ള പ്രതിഷേധവും വ്യക്തമായി തന്നെ അവർ പറഞ്ഞു വെക്കുകയുണ്ടായി. ഇനി കേൾക്കേണ്ടത്, ഇനി ഗവർണറുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവുമോ? ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പോഴും ഗവർണർ മൗനമായി തന്നെ ഇരിക്കുകയാണ്. ഇന്നത്തെ കാര്യങ്ങൾക്ക് ശേഷം ഒരു പ്രതികരണം ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങളെ നമ്മൾ ആകാംക്ഷാപൂർവ്വം നോക്കുന്നുണ്ട്. ചന്തുവിന് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ എത്തരത്തിലാണ്?
സംഗീത ഈ പറഞ്ഞതുപോലെ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം, അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന അതിനുപോലെ സമാനമായി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം SFI അന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. തെരുവിൽ അദ്ദേഹത്തെ തടയുന്ന സമീപനമുണ്ടായിരുന്നു. അന്ന് SFI പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം ഇറങ്ങുകയും റോഡിലിരുന്ന് പ്രതിഷേധിക്കുകയും ഉടൻ തന്നെ മുഖ്യമന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടുകയും അങ്ങനെയുള്ള നടപടികളിലേക്കൊക്കെ അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഗവർണർ അതിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം നടപടികൾ ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഈ രജിസ്ട്രാർക്കെതിരായ നടപടി, അത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഒരു വശത്ത് SFI ആ തരത്തിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. നേരത്തെ സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു വലിയ പ്രതിഷേധമായിരുന്നു നേരത്തെ സർവകലാശാലയിലേക്ക് SFI നടത്തിയിരുന്നത്. അതിന് സമാനമായി തന്നെയാണ് ഇന്ന് രാജ്ഭവനിലേക്കും SFIയുടെ പ്രതിഷേധം. ഈ അടുത്തിടെയൊന്നും ഇത്തരത്തിൽ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന തരത്തിലേക്കൊന്നും പോലീസ് പോകുന്ന തരത്തിൽ സമരപരിപാടികളൊന്നും തലസ്ഥാനത്ത് നടന്നിട്ടില്ല എന്നതാണ് കാര്യം. പക്ഷേ ഇന്ന് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന, അതിന് മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലേക്ക് വരെ പോലീസ് പോയി. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് SFI ഇന്ന് രാജ്ഭവനിലേക്ക് നടത്തിയത്. എന്തായാലും പോലീസിന്റെ വലിയൊരു സുരക്ഷ ഉണ്ടായിരുന്നു. നേരത്തെ ബിനിൽ പറഞ്ഞതുപോലെ പോലീസ് 3 ഘട്ടമായിട്ടുള്ള ഒരു സുരക്ഷയാണ് രാജ്ഭവനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നത്. 2 ഇടത്ത് ബാരിക്കേഡുകൾ തീർത്തു. പോലീസിന്റെ വാഹനം കുറുകെയിട്ട് പ്രവർത്തകർ ഓടി രാജ്ഭവനിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ മങ്ങിപ്പിക്കുന്ന തരത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു സുരക്ഷയും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ തരത്തിൽ 4 ACPമാരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. 3 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും പോലീസുകാർ, ക്യാമ്പിൽ നിന്നും പോലീസ്, അങ്ങനെ പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ ഈ രാജ്ഭവനും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വിന്യസിച്ചിരുന്നു. എന്തായാലും പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോവുകയും പ്രതിഷേധവുമായി വീണ്ടും തുടർ ദിവസങ്ങളിലും ഗവർണർക്കെതിരായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുകയുമെന്നാണ് ഇപ്പോൾ SFI വ്യക്തമാക്കിയിരിക്കുന്നത്. സംഗീതം. തീർച്ചയായിട്ടും ചന്തു, എന്താണെങ്കിലും സമാനതകളില്ലാത്ത വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ മണിക്കൂറുകളിലൊക്കെ കണ്ടത്. കഴിഞ്ഞ 1.5 മണിക്കൂറിലേറെയായി തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി മാറുന്നതാണ് കണ്ടത്. SFI പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം. പോലീസ് 6ഓളം തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. സംഘി വീസി അറബിക്കടലിൽ എന്ന ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു രാജ്ഭവനിലേക്ക് നടത്തിയത്. ഏതാണെങ്കിലും ബാരിക്കേഡുകളെ മറികടന്നുകൊണ്ട് അതിനു മുകളിൽ കയറിക്കൊണ്ട് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും കണ്ണീർവാതകം പ്രയോഗിക്കുമെന്നുള്ള അടക്കമുള്ള ബാനറുകൾ പോലീസ് ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. അതിനുശേഷം SFI നേതാക്കൾ ഏറെ നേരം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. എന്താണെങ്കിലും RSSന് എതിരായിട്ടുള്ള യുദ്ധം, തുറന്ന പോരാട്ടം ഇനി വരും ദിവസങ്ങളിലും വരും നാളുകളിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു നടന്നതൊക്കെ.